സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഓണം ബോണസിനോടൊപ്പം DA കുടിശ്ശികയും ലഭിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ. ജീവനക്കാരുടെ ജനുവരിയിലെ 2% DAയും പെൻഷൻകാരുടെ തത്തുല്യമായ DRഉം ബോണസിനും ഉത്സവ ഭത്തയ്ക്കുമൊപ്പം അനുവദിച്ചേക്കുമെന്നാണ് വിവരം. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഓണം ബോണസിനോടൊപ്പം DA കുടിശ്ശികയും ലഭിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ജീവനക്കാരുടെ ജനുവരിയിലെ 2% DAയും പെൻഷൻകാരുടെ തത്തുല്യമായ DRഉം ഓണം ബോണസിനും ഉത്സവ ഭത്തയ്ക്കുമൊപ്പം അനുവദിച്ചേക്കുമെന്നാണ് വിവരം. ഈ വർഷം ജനുവരി മുതലുള്ള 7 മാസത്തെ DA കുടിശ്ശിക മുൻകാല പ്രാബല്യത്തോടെ നൽകാനും ആലോചനയുണ്ട്. കഴിഞ്ഞ സർക്കാർ ജീവനക്കാരുടെ ഒരു ക്ഷാമബത്തയ്ക്കും മുൻകാല പ്രാബല്യം നൽകിയിരുന്നില്ല. 2019 നടപ്പാക്കേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണം 2021 നടപ്പാക്കിയത്. അന്ന് കുടിശ്ശികയുണ്ടായിരുന്ന 7% DAയും അതിനൊപ്പം ലയിപ്പിച്ചിരുന്നു. 2025 ജൂലൈ വരെയുള്ള DA ഈ വർഷം ആദ്യം അനുവദിച്ചെങ്കിലും കുടിശ്ശിക നൽകിയില്ല. നിലവിൽ സർക്കാർ ജീവനക്കാർക്ക് 35% DAയാണ് നൽകുന്നത്. ജനുവരിയിലെ 2% കൂടി ചേരുമ്പോൾ 37% DAയാകും. ജീവനക്കാർക്ക് DA നൽകാൻ 54.2 കോടിയും പെൻഷൻകാർക്ക് DR നൽകാൻ 38.6 കോടിയും ഉൾപ്പെടെ മാസം 97.8 കോടിയുടെ അധിക ചെലവുണ്ടാകും. 36,057 കോടി രൂപയാണ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA/DR കുടിശ്ശിക. 2026 മാർച്ച് 31 കണക്കനുസരിച്ച് സർക്കാരിന്റെ മൊത്തം കുടിശ്ശിക ബാധ്യതയായ 48,733 കോടി രൂപയിൽ ഏറ്റവും വലിയ വിഹിതം സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, സർവീസ് പെൻഷൻകാർ, കുടുംബ പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള ക്ഷാമബത്ത കുടിശ്ശികയാണ്. 2021 ജനുവരി 1 മുതൽ 2026 ഫെബ്രുവരി 28 വരെയുള്ള കാലയളവിലെ ക്ഷാമബത്തയുടെയും ക്ഷാമാശ്വാസത്തിന്റെയും മൊത്തം തുക 36,057 കോടി രൂപയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തിയിട്ടും പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് അനക്കമില്ലെന്ന ആരോപണം ഉയരുന്നുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയ് IAS ചെയർമാനായ 12ാം ശമ്പള കമ്മീഷൻ രൂപീകരിച്ചത്. വിവിധ സർക്കാർ വകുപ്പുകൾ, സർവീസ് സംഘടനകൾ, വ്യക്തികൾ എന്നിവരിൽ നിന്നും ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായുള്ള പ്രൊഫോമ തയ്യാറാക്കിയെങ്കിലും കാലാവധി കഴിഞ്ഞിട്ടും ശുപാർശ സമർപ്പിച്ചില്ല. VP ജോയ് കമ്മീഷന്റെ കാലാവധി മെയ് 23 അവസാനിച്ചിരുന്നു. വിവരശേഖരണം പോലും പൂർത്തിയാക്കിയിരുന്നില്ല. 2020-21 ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ ശമ്പള പെൻഷൻ ചെലവ് 33,043 കോടിയിൽ നിന്ന് 68,852 കോടിയായി ഉയർന്നിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് 75,319 കോടിയിലെത്തി. പുതിയ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയാൽ ചെലവ് 1 ലക്ഷം കോടി ആയേക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.